ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ദേവന്മാരുടെ സ്തുതി തുടരുകയാണ്. 37ാമത്തെ ശ്ലോകം. സമവിഷമമതീനാമതമനുസരസി യഥാ രജ്ജുഖണ്ഡ സർപ്പാതിധിയാം. നമ്മെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നു എന്നതും ഇനി ചിലർക്ക് ഈശ്വരൻ നമ്മെ ശിക്ഷിക്കുന്നു എന്നതൊക്കെ ഓരോരുത്തരുടെ ബുദ്ധിഭേദം അനുസരിച്ച് ഈശ്വരനിൽ പ്രകാശിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏതുപോലെ രജ്ജുഖണ്ഡ, ഒരു കയറിൻ കഷ്ണം, അതിൽ സർപ്പാതിധിയാം, രജ്ജുഖണ്ഡത്തെ കയറിന്റെ കഷ്ണത്തെ കണ്ട് അത് സർപ്പമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ചില ആളുകൾ. എന്നാൽ ചില ആളുകൾ അത് ശരിക്കും കയറാണെന്ന് കാണുന്നു. അപ്പോൾ കാണുന്നവരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. ഇതേപോലെ സമവിഷമമതീനാം, ഭഗവാനെ അങ്ങ് സമബുദ്ധികളുടെയും വിഷമബുദ്ധികളുടെയും, സമബുദ്ധി എന്നാൽ എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നവർക്ക് ഇവിടെ നിഗ്രഹം എന്നൊന്നില്ല, എല്ലാം അനുഗ്രഹമാണ്. എന്നാൽ ഭേദഭാവത്തിൽ ഇരിക്കുന്നവർക്ക് ഭഗവാൻ എന്നെ കഷ്ടപ്പെടുത്തി, ഭഗവാൻ എനിക്ക് ദുഃഖം തന്നു എന്നൊക്കെ ചിന്തിക്കും. ഇങ്ങനെയുള്ള ആ ബുദ്ധികളുടെ വ്യത്യാസമനുസരിച്ചാണ് മതം അനുസരസി, ഓരോരുത്തരും അവരവരുടെ തോന്നലിനനുസരിച്ച് ഭഗവാനെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈശ്വരന്റെ സ്വരൂപം എന്താണ്? ഇതാണ് 38ാമത്തെ ശ്ലോകം. സയേവ ഹി പുനഃ സർവവസ്തുനി വസ്തുസ്വരൂപ സർവേശ്വര സകല ജഗത് കാരണ കാരണഭൂത സർവപ്രത്യഗാത്മത്വാത് സർവഗുണാഭാസോപലക്ഷിത ഏക ഏവ പര്യവശേഷിത. സർവവസ്തുനി വസ്തുസ്വരൂപ, എല്ലാ വസ്തുക്കളിലും ഉണ്മയായിട്ട് ഉള്ളതായിട്ട് എന്താണോ ഉള്ളത് ആ സത്തായിട്ട്. ഇനി സർവേശ്വര, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന നിയന്താവായിട്ട്. സകല ജഗത് കാരണ കാരണഭൂത, സമസ്ത ലോകങ്ങളുടെയും കാരണങ്ങൾക്കും കാരണമായിട്ട് ഭവിച്ചിരിക്കുന്നു. സഹയേവഹി, എന്നാൽ അതേ നിന്തിരുവടി തന്നെയാണ്. സർവ പ്രത്യഗാത്മത്വാത്, എല്ലാ ജീവജാലങ്ങളിലും അവരുടെ ഉള്ളിൽ ജീവാത്മാവായി വർത്തിക്ക നിമിത്തം സർവഗുണ ആഭാസ ഉപലക്ഷിത, സമസ്ത വിഷയങ്ങളുടെയും ആവിഷ്കരണങ്ങളിൽ പലതായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നു. എങ്കിലും ഭഗവാൻ പുനഃ ഏകഃ ഏവ പര്യവശേഷിത, എങ്കിലും ഏകനായി തന്നെ ആ ഭഗവാൻ അവശേഷിക്കുന്നു. ഇങ്ങനെ ഒരു പ്രഹേളികയാണ്, ഒരു കടങ്കഥയാണ് ഈശ്വരൻ എന്ന തത്വം. അത് അറിയുന്നവർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ അറിയാത്തവർ എന്ത് ചെയ്യണം? സർവാത്മന ഭഗവാനിൽ ശരണം പ്രാപിച്ച് ഭഗവത് ഭജനം ചെയ്യുക. അപ്പോൾ ആ ഭഗവാൻ നമ്മിൽ പ്രീതരായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ആനന്ദം തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ട് മാറുന്നു. 39ാമത്തെ ശ്ലോകം. അധഃ വാവ തവ മഹിമാമൃതരസ സമുദ്ര വിപ്ലുഷ സകൃതവലീഢയാ സ്വമനസി നിഷ്യന്തമാനനവരദ സുഖേന വിസ്മാരിത ദൃഷ്ടശ്രുത വിഷയ സുഖലേശാഭാസ പരമഭാഗവത ഏകാന്തിനോ ഭഗവതി സർവഭൂത പ്രിയ സുഹൃദി സർവാത്മനി നിതരാം നിരന്തരം നിർവൃത മനസ
കഥം ഉഹവായേതേ മധുമഥന പുനഃ സ്വാർത്ഥകുശലാ ഹ്യാത്മപ്രിയ സുഹൃദ സാധവസ്ത്വച്ചരണാംബുജാനുസേവാം വിസൃജന്തി നയത്ര പുനരയം സംസാര പര്യാവർത്ത. അഥഹ വാവ, അതുകൊണ്ട് അല്ലയോ മധുസൂദന, മധുമഥന, സകൃത് അവലീഢയ, അവിടുത്തെ മഹാത്മ്യമാകുന്ന ആ അമൃത സരസിൽ നിന്ന്, തവ മഹിമാമൃത രസ സമുദ്ര വിപ്രുഷ, ആ മഹാത്മ്യമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഒരിക്കലെങ്കിലും ആസ്വദിക്കപ്പെട്ട ഒരൊറ്റ തുള്ളി കൊണ്ട് തന്നെ സ്വമനസി, അവനവന്റെ ഹൃദയത്തിൽ നിഷ്യന്തമാനം, എമ്പാടും കവിഞ്ഞൊഴുകുന്ന അനവരത സുഖേന, ജീവിതത്തിൽ മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്തൊരാനന്ദം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ആനന്ദമൊക്കെ കാഷ്ഠതുല്യം ഉപേക്ഷിക്കാൻ തോന്നും. അതാണ് വിസ്മാരിതം. പിന്നെ എല്ലാം മറന്നുപോകും. ദൃഷ്ടം ശ്രുതം ഇങ്ങനെയുള്ള വിഷയ സുഖ ലേശ ആഭാസം, സുഖം തരുന്നത് എന്ന് നമുക്ക് തോന്നിപ്പിച്ച കണ്ടതും കേട്ടതുമായ ലൗകിക വിഷയങ്ങളുടെ എല്ലാം ചിന്തകൾ മറന്നുപോകുന്നു. അങ്ങനെ മറന്നുപോയിട്ട് സർവഭൂത പ്രിയ സുഹൃതി, സകല ചരാചരങ്ങൾക്കും പ്രിയങ്കരനായ സുഹൃത്തായി, സർവാത്മനി ഭഗവതി, സർവാത്മാവായി സ്ഥിതി ചെയ്യുന്ന ആ സർവേശ്വരനിൽ നിതരാം, എല്ലാ പ്രകാരത്തിലും നിരന്തരം ഇടതടവില്ലാതെ നിർവൃത മനസഹ, നിർവൃതി കൊള്ളുന്ന മനോവൃത്തിയോടുകൂടിയവരായും, ഏകാന്തിനഹ, ഏകാന്ത നിഷ്ഠയുള്ളവരായി തീരും. പിന്നെ ഈ ലോകത്തിൽ ലൗകിക വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുന്നവരോടൊന്നും കൂട്ടുകൂടാൻ തോന്നുകയില്ല. അങ്ങനെ നമ്മൾ നമ്മിലേക്ക് അങ്ങോട്ട് ഒതുങ്ങും. അങ്ങനെ ഏകാന്ത നിഷ്ഠയുള്ളവരായി പരമഭാഗവതാഹ യതേ, പരമഭക്തന്മാരായും ഇരിക്കുന്ന ആ നിർമ്മലാത്മാക്കൾ, അതാണ് സാധവഹ. അങ്ങനെ സാധന ചെയ്യുന്ന സാധുക്കളായിട്ടുള്ള ആ ആത്മാക്കൾ സ്വകീയ പുരുഷാർത്ഥം സ്വാർത്ഥകുശലാഹ, താൻ ആരാണ് എന്ന ആ സത്യത്തെ അറിയാൻ കുശലാഹ, സമർത്ഥരും, ആത്മപ്രിയ സുഹൃദഹ, തന്നെ താൻ സ്നേഹിക്കുന്നവരായി തീരും. അത് സ്വാർത്ഥതയല്ല, തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനിൽ രമിക്കാൻ സാധിക്കുക. അപ്പോൾ ഒറ്റക്കിരിക്കുന്നത് ആനന്ദമായി തീരുന്ന ഒരവസ്ഥ, അതാണ് ആത്മപ്രിയ സുഹൃദഹ. അങ്ങനെ ആയിരിക്കുമ്പോൾ ത്വച്ചരണാംബുജ അനുസേവാം, ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുക എന്ന ആ ഒരു പ്രവൃത്തിയെ പുനഃ കഥമൂഹ വൈ വിസൃജന്തി, പിന്നെ ആരാണ് ഉപേക്ഷിച്ച് കളയുക? എത്ര പുനഃ അയം, കാരണം ഇങ്ങനെ ഒരു ഭജനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാര പര്യാവർത്തഹ ന, ഈ സംസാരം, ഇങ്ങനെ ഒരു ലോകം എൻ്റെ ചുറ്റിലുമുണ്ട് എന്ന കാര്യം പോലും മറന്നു പോകുന്നു. അങ്ങനെ ഒരു സാധനയിൽ, ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ സാധിക്കുന്ന ഒരു ഭക്തന് പിന്നെ ഭഗവാനെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി അവസാനിപ്പിച്ചിട്ട് ഇനി എന്തിനാണ് ഭഗവാനെ വിളിച്ചു വരുത്തിയത് എന്ന് പറയുകയാണ്. ഇനി എങ്ങനെയാണ് ഭഗവാനോട് ഒരു കാര്യം പ്രാർത്ഥിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് 40-ാമത്തെ ശ്ലോകം. ത്രിഭുവനാത്മഭവന ത്രിവിക്രമ ത്രിനയന ത്രിലോക മനോഹര അനുഭാവ തവയേവ വിഭൂതയഃ ദിദിജ ധനുജാദയഃ ച അപി തേഷാം അനുപക്രമ സമയഃ അയം ഇതി സ്വാത്മമായയാ സുരനര മൃഗ മിശ്രിത ജലചരാകൃതിഭിഃ യഥാ അപരാധം ദണ്ഡം ദണ്ഡധര ദധർത്ഥ ഏവം ഏനം അപി ഭഗവൻ ജഹി ത്വാശ്രം ഉത യതി മന്യസേ. ത്രിഭുവനാത്മഭവനം, ഈ 3 ലോകവും തൻ്റെ സ്വരൂപമായും വാസസ്ഥാനമായും ഉള്ള അല്ലയോ ഭഗവാനെ. ത്രിവിക്രമൻ, വാമനമൂർത്തി, 3 പദവിന്യാസം കൊണ്ട് ഉരുക്രമമായ
ആ ഒരു പ്രവൃത്തി ചെയ്ത അല്ലയോ ഭഗവാനെ, ത്രിനയന, മൂന്ന് ലോകത്തെയും നയിക്കുന്നവനെ, ത്രിലോക മനോഹര അനുഭാവ, മൂന്ന് ലോകത്തിലുള്ളവരുടെയും മനോവൃത്തിയെ ആകർഷിക്കുന്ന മഹിമാതിശയത്തോടുകൂടി അല്ലയോ ഭഗവാനെ, ദിതിജ ധനുജാദയ, ദിതിയുടെ മക്കളും ധനു സന്തതികളും മറ്റുമായ അസുരന്മാർ, തവയേവ വിഭൂതയ അപി, അങ്ങയുടെ തന്നെ രൂപഭേദങ്ങളാണ്. അപ്പോൾ വേദാന്ത ചിന്ത ഉണ്ട്, പക്ഷേ എന്ന് വിചാരിച്ച് ആസുരിക വൃത്തികളെ അങ്ങനെ വെച്ചിരിക്കാൻ പാടുണ്ടോ? തേഷാം അനുപക്രമ സമയ അയം ഇതി, എന്നാൽ അത്തരം ആസുരികതയുടെ മുന്നേറ്റത്തിനുള്ള കാലമല്ല ഇതെന്ന് നിശ്ചയിച്ച് സ്വാത്മമായ ഭഗവാൻ തൻ്റെ സ്വാധീനത്തിലുള്ള മായാശക്തിയാൽ സുരനര മൃഗ മിശ്രിത ജലചര ആകൃതിഭി, ദേവൻ, മനുഷ്യൻ, മൃഗം, പിന്നെ മിശ്രിത രൂപം, ജലജീവികൾ എന്നീ ആകൃതി ഭേദങ്ങളോടെ ദണ്ഡധര യഥാ അപരാധം ദണ്ഡം ദധർത്ഥ, അങ്ങ് എല്ലാം അങ്ങയുടെ വിഭൂതികളാണെങ്കിലും അങ്ങ് തന്നെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നു. അതാണ് അപരാധത്തിനനുസരിച്ച് ദണ്ഡനമുറ നിറവേറ്റിയിരുന്നു. ഇങ്ങനെയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഹേ ഭഗവൻ, അതുപോലെ ഏവം ഏനം, ഇതേ വിധത്തിൽ ഈ ത്വാഷ്ട്രം അപി, ത്വഷ്ടാവിൻ്റെ ആ യാഗാഗ്നിയിൽ നിന്ന് വന്ന ഈ വൃത്രാസുരനെയും അപി ജഹി, നിഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചെങ്കിലും ഉടനടി പറയുകയാണ്, ഉത മന്യസേയതി, അതങ്ങും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അങ്ങയുടെയും സങ്കല്പം അതാണെങ്കിൽ, അങ്ങ് ചിന്തിക്കുന്നു ഈ വൃത്രാസുരൻ വധിക്കപ്പെടേണ്ടവനാണ് എന്ന് അങ്ങും ചിന്തിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ആ കൃത്യം അങ്ങ് ചെയ്തു തരയണമേ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എനിക്കത് വേണം എന്നല്ല, എനിക്കിങ്ങനെയൊക്കെ ചെയ്തു തന്നാൽ അത് എൻ്റെ ഹിതത്തിനായിട്ടാണെങ്കിൽ ഭഗവാനെ അതൊന്ന് നടത്തിത്തരണം എന്ന് വേണം പ്രാർത്ഥിക്കാൻ. 41. അസ്മാകം താവകാനാം തവ നതാനാം തത തതാമഹ തവ ചരണ നളിന യുഗള ധ്യാന അനുബദ്ധ ഹൃദയ നികടാനാം സ്വലിംഗ വിവരണേന ആത്മസാത്കൃതാനാം അനുകമ്പാനുരഞ്ജിത വിശദ രുചിര ശിശിരസ്മിതാവലോകേന വികളിത മധുര മുഖരസാമൃതകലയാ ച അന്തസ്താപം അനഘാ അർഹസി ശമയിതും. തഥാ, പിതാവേ, തഥാമഹ, പിതാവിനും പിതാവായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അനഘ, പാപം ലവലേശം പോലും ഏൽക്കാത്ത അല്ലയോ പരിശുദ്ധനായിട്ടുള്ള ആ പരമപുരുഷ, തവ ചരണനളിന യുഗള ധ്യാന അനുബദ്ധ ഹൃദയ നികടാനാം, അവിടുത്തെ ആ പാതാരവിന്ദങ്ങളിൽ നിരന്തരം ധ്യാനിക്കുന്നതിനാൽ മാനസികമായി ചങ്ങലക്കിട്ട് തളക്കപ്പെട്ടിരിക്കുന്നവരും, സ്വലിംഗ വിവരേണ, സ്വന്തം സ്വരൂപം ഞങ്ങളിലൂടെ ആവിഷ്കരിക്കുകയാൽ ആത്മസാത്കൃതാനാം, അങ്ങയുടെ സ്വന്തം ആളുകളായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നവരും, തവ നതാനാം, എന്തിനുമേതിനും അങ്ങയെ ആശ്രയിക്കുന്നവരും, അങ്ങനെ താവകാനാം, അങ്ങയുടെ ആളുകളായിട്ടിരിക്കുന്ന അസ്മാകം അന്തസ്താപം, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ താപത്തെ, ഉൾതാപത്തെ, അനുകമ്പ അനുരഞ്ജിത, അനുകമ്പയാൽ അനുരക്തവും, വിശദ രുചിര ശിശിര സ്മിത അവലോകേന, സുന്ദരവും സുശീതളവുമായിട്ടുള്ള മന്ദസ്മിതത്തോട് ചേർന്ന കടാക്ഷ വീക്ഷണം കൊണ്ടും, വികളിത മധുര മുഖരസാമൃത കലയാച്ച, അങ്ങയുടെ ആ തിരുനാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മധുരവചനമാകുന്ന അമൃതകല കൊണ്ടും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ താപത്തെ ശമയിതും അർഹസി, അങ്ങത് ശമിപ്പിക്കുവാൻ തിരുവുള്ളമുണ്ടാകണം. കാരണം അങ്ങ് ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ രക്ഷിതാവാണ്. അതുകൊണ്ട് അങ്ങ്
ഇത് ശമിപ്പിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന രീതിയിൽ പറയുന്നു. വീണ്ടും ഭഗവാന്റെ മാഹാത്മ്യത്തെയൊക്കെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് 42-ാമത്തെ ശ്ലോകം. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, വീണ്ടും വീണ്ടും ഭഗവാന്റെ മാഹാത്മ്യത്തെ പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, ഹിരണ്യരേതസഹ വിസ്ഫുലിംഗാദിഭിഹി ഇവ, അഗ്നിക്ക് അതിൽ നിന്നുണ്ടാകുന്ന തീപ്പൊരികളാൽ വേണമോ വെളിച്ചമുണ്ടാകാൻ? എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടു വേണമോ സർവജ്ഞനായ അങ്ങേക്ക് കാര്യമറിയുവാൻ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എങ്കിലും ഞങ്ങളുടെ ഒരു ഉത്കണ്ഠ ഞങ്ങൾ സമർപ്പിച്ചതാണ് എന്ന് പറയുന്നു. 43-ാമത്തെ ശ്ലോകം. അതയേവ സ്വയം തദുപകൽപ്പയ അസ്മാകം ഭഗവതഃ പരമഗുരോഃ തവ ചരണശതപലാശഛായാം വിവിധ വൃജിന സംസാര പരിശ്രമ ഉപശമനീം ഉപസൃതാനാം വയം യത് കാമേന ഉപസാദിതാഹ. അങ്ങ് എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതഹ ഏവ, അതുകൊണ്ട് വിവിധ വൃജിന സംസാര പരിശ്രമ ഉപശമനി, നാനാതരം പാപകർമ്മങ്ങളുടെ ഫലമായുണ്ടായ സംസാര ക്ലേശം. അപ്പോൾ ഞങ്ങൾ ഈ അനുഭവിക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെ എപ്പോഴൊക്കെയോ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലമാണ്, അതറിയാം. അതാണ് പറയുന്നത്, അങ്ങനെ ആ ഫലമായി ഉണ്ടാകുന്ന സംസാര ക്ലേശത്തിന് ഉപശമനി, ഉപശാന്തിയേകുന്ന ഭഗവതഃ പരമഗുരോഹോ, സർവജ്ഞനും പരമാചാര്യനുമായ തവ ചരണശതപലാശഛായാം, അവിടുത്തെ തൃപ്പാദ പത്മങ്ങളുടെ ആ ഒരു ഛായയിൽ, തണലിൽ ഇരുന്ന്, അല്ലെങ്കിൽ ആ തണലിൽ ഉപസൃതാനാം, ശരണം പ്രാപിച്ചിരിക്കുന്ന അസ്മാകം, ഞങ്ങൾക്ക് വയം യത് കാമേന ഉപസാദിതഃ, ഞങ്ങൾ എന്ത് കാര്യസാധ്യത്തിനാണോ അങ്ങയുടെ അടുത്ത് വന്നത്, തത് സ്വയം ഉപകൽപ്പയ, അതിനെ തന്നെത്താൻ നിറവേറ്റി തന്നാലും. 44. അധോ ഈശാ ജഹി ത്വാശ്രം ഗ്രസന്തം ഭുവനത്രയം ഗ്രസ്താനി യേന നഹ കൃഷ്ണ തേജാംസി അസ്ത്രായുധാനി ച. ഹേ ഈശാ, കൃഷ്ണ. കൃഷ്ണ എന്നത് എല്ലാവരെയും ആകർഷിക്കുന്ന, അല്ലയോ സച്ചിദാനന്ദമൂർത്തെ, ഭുവനത്രയം ഗ്രസന്തം, ഈ ലോകത്രയത്തെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നവനും, നഹ ഞങ്ങളുടെയൊക്കെ തേജാംസി തേജസ്സുകളെയും, അസ്ത്രായുധാനിച്ച അസ്ത്രങ്ങളെയും ആയുധങ്ങളെയും, യേന ഗ്രസ്താനി യാതൊരുവനാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള ത്വാഷ്ട്രം ആ വൃത്രാസുരനെ അധോ ജഹി സത്വരം സംഹരിച്ചാലും. 45-ാമത്തെ ശ്ലോകം. ഹംസായ ദഹ്രനിലയായ നിരീക്ഷകായ കൃഷ്ണായ മൃഷ്ടയശസേ നിരുപക്രമായ സത്സംഗ്രഹായ ഭവപാന്ഥ നിജ ആശ്രമാപ്താവന്തേ വരീഷ്ടഗതയേ ഹരയേ നമസ്തേ. ദഹ്രനിലയായ ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി, നിരീക്ഷകായ സാക്ഷീഭൂതനായി, കൃഷ്ണായ സദാ ആനന്ദസ്വരൂപനായി, മൃഷ്ടയശസേ അമലകീർത്തിമാനായ, നിരുപക്രമായ അനാദിയായി, സത്സംഗ്രഹായ സത്തുക്കളാൽ വഴിപോലെ ഗ്രഹിക്കപ്പെടുന്നവനായി, ഭവപാന്ഥ നിജാശ്രമാപ്തവും സംസാരമാർഗത്തിലുള്ളവന് തന്നെ ശരണം പ്രാപിക്കുമ്പോൾ അന്തേ ഈ സംസാരത്തിന്റെ ഒടുവിൽ വരീഷ്ടഗതയെ സർവാരാധ്യമായ ഉത്തമഗതിയായി, ഹംസായ വിശുദ്ധനായി, ഹരയേ എല്ലാ ആർത്തികളെയും ഹരിക്കുന്ന തേ നമഃ അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. 46-ാമത്തെ ശ്ലോകം. അഥ ഏവം ഈഡിതോ രാജൻ സാദരം ത്രിദശൈഹി ഹരിഹി സ്വം ഉപസ്ഥാനം ആകർണ്യ പ്രാഹ താൻ അഭിനന്ദിതഃ. അഥ രാജൻ, അല്ലയോ രാജാവേ, ത്രിദശൈഹി ദേവന്മാരാൽ ഏവം ഇപ്രകാരം സാദരം ഈഡിതഃ ആദരപൂർവം സ്തുതിക്കപ്പെട്ട്, അഭിനന്ദിതഃ സന്തോഷിപ്പിക്കപ്പെട്ട, ഹരിഹി മഹാവിഷ്ണു, സ്വം ഉപസ്ഥാനം തന്നെക്കുറിച്ചുള്ള സ്തുതിവചനത്തെ ആകർണ്യ കേട്ടിട്ട്, താൻ പ്രാഹ അവരോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ സ്തുതി കേട്ട് സന്തോഷിക്കുന്ന ആളാണോ എന്നൊരു സംശയം തോന്നാം. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന
പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന നമ്മുടെ ഉള്ളിലെ ആ ജീവാത്മസ്വരൂപത്തെ നമ്മൾ വിളിച്ചുണർത്തുകയാണ് ഇത്തരം സ്തുതിയിലൂടെ. അങ്ങനെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മചൈതന്യം ഉണരുകയാണ്. അതിനെയാണ് സ്തുതി കേട്ട് ഭഗവാൻ സന്തോഷിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ സ്തുതിക്കുമ്പോൾ സന്തോഷിക്കാൻ നമ്മൾ മനുഷ്യരെ പോലെ അല്ല ഭഗവാൻ. അപ്പോൾ എപ്പോഴും അത് ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ശക്തിയെ ഉണർത്തിക്കൊണ്ടുവന്നിട്ട് നമുക്കൊരു ഊർജത്തെ കൊണ്ടുവരികയാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാന്റെ ഒരു ദർശനം ലഭിക്കും, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് ഭഗവാൻ നിൽക്കുന്നത് പോലെ ഉള്ളിൽ നിന്ന് നമുക്ക് ചില നിർദ്ദേശങ്ങൾ ലഭിക്കും. അതാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ. അതാണ് ശ്രീ ഭഗവാൻ ഉവാച. അപ്പോൾ ഭഗവാൻ അവരോട് പറയുകയാണ്. 47-ാമത്തെ ശ്ലോകം. പ്രീതഃ അഹം വഹ സുരശ്രേഷ്ഠ മതുപസ്ഥാന വിദ്യയാ ആത്മൈശ്വര്യ സ്മൃതി പുംസാം ഭക്തി ച ഏവ യയാ മയി. ഹേ സുരശ്രേഷ്ഠാഹ, ദേവപ്രമുഖന്മാരെ, യയാ യാതൊന്നിനാൽ പുംസാം ജനങ്ങൾക്ക് ആത്മ ഐശ്വര്യ സ്മൃതി ആത്മാവിൻ്റെ ഈശ്വരത്വത്തെ കുറിച്ചുള്ള ബോധവും മയി ഭക്തി ച എന്നിൽ ഭക്തിയും ഉണ്ടാകുമോ, ഏവ അങ്ങനെയുള്ള മതുപസ്ഥാന വിദ്യയാ എൻ്റെ സ്തുതിയോട് ചേർന്നുള്ള യഥാർത്ഥ ജ്ഞാനം കൊണ്ട് വഹ നിങ്ങളിൽ അഹം പ്രീതഃ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജീവശക്തിയെ നമ്മളായിട്ട് വിളിച്ചുണർത്തണം. അത് ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിലൂടെ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനയിലൂടെ നിരന്തരം നമ്മൾ തട്ടി ഉണർത്തുമ്പോൾ ആ ഈശ്വര ശക്തി ഉണരും. അതാണ് ഈശ്വരൻ അനുഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, നിങ്ങളിലെ ശക്തിയായ എന്നെ ഓർത്തു, അതാണ് ഭക്തി, അതിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. 48-ാമത്തെ ശ്ലോകം. കിം ദുരാപം മയി പ്രീതേ തഥാപി വിബുധർഷഭാഃ മയി ഏകാന്തമതിഃ ന അന്യത് മത്തഃ വാഞ്ചതി തത്വവിത്. ഹേ വിബുധർഷഭാഃ, ദേവശ്രേഷ്ഠന്മാരെ, മയി പ്രീതേ ഞാൻ സന്തുഷ്ടനായാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഈശ്വര ശക്തി ഉണർന്നു കഴിഞ്ഞാൽ ദുരാപം കിം അസാധ്യമായിട്ട് ഇവിടെ എന്താണ് ഉള്ളത്, തഥാപി എന്നിരിക്കലും മയി എന്നിൽ ഏകാന്തമതിഹി ഏകാഗ്രമായ മനോനിഷ്ഠയുള്ള തത്വവിത് തത്വജ്ഞാനി മത്തഹ എന്നിൽ നിന്ന് അന്യത് ഭക്തിയല്ലാതെ മറ്റൊന്നും ന വാഞ്ചതി ആഗ്രഹിക്കാറില്ല. യഥാർത്ഥ സാധകൻ ആ സാധനയിൽ തന്നെ ആത്മാനന്ദം കണ്ടെത്തുന്നവരാണ്. എന്നാൽ ചില ആളുകൾ തങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയ ശക്തിയെ ഉണർത്തിവിട്ട് ഭൗതികമായ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരും ആണ്. അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്, യഥാർത്ഥ ഭക്തൻ എന്നിൽ നിന്ന് വീണ്ടും വീണ്ടും ദൃഢമായ ഭക്തിയെ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. എപ്പോഴും ഈ ദേവന്മാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. അതിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഭഗവാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നിൽ സദാഭക്തി ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ സ്തുതിച്ച് വിളിക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്നുകൂടെ സൂചിപ്പിക്കുന്നു. ഇതാണ് സകാമ ഭക്തന്മാരോടുള്ള ഒരു മുന്നറിയിപ്പാണ് ഭഗവാൻ ഈ കാണിച്ചത്. 49-ാമത്തെ ശ്ലോകം. നവേദ കൃപണഃ ശ്രേയ ആത്മനോ ഗുണവസ്തുദൃക് തസ്യ താൻ ഇച്ഛതോ യച്ഛേത് യദി സഹ അപി തഥാവിധഃ. കൃപണഃ അറിവില്ലാത്തവൻ, ഗുണവസ്തുദൃക് വിഷയങ്ങളിൽ യാഥാർത്ഥ്യം കാണുന്നവനാണ്. അങ്ങനെയുള്ളവനാണ് ഭഗവാനെ എനിക്കത് തരാമോ, ഇത് തരാമോ, അത് ലഭിച്ചാൽ എനിക്ക് സന്തോഷമായി എന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള അവൻ ആത്മനഃ ശ്രേയഃ തനിക്ക് ശരിക്കും എന്താണ് ശ്രേയസ്സിന് ഉതകുന്നത് എന്ന് നവേദ അറിയുന്നില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ടാണ് തുച്ഛമായ ലൗകിക സുഖഭോഗങ്ങൾക്കു വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ച് ആ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. താൻ ഇച്ഛതഃ അങ്ങനെയുള്ള വിഷയങ്ങളെ ആഗ്രഹിക്കുന്ന തസ്യ ആ മൂഢന് യച്ഛേത് യതി
ഒരാൾ അവയെ കൊടുക്കുകയാണെങ്കിൽ സഹ അപി അവൻ കൂടിയും തഥാവിധ അതുപോലെ അറിവ് കെട്ടവനാണെന്ന് വരും. ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഭക്തി വർദ്ധിപ്പിക്കാനായി എന്നെ വിളിക്കണമെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കുറെ ആളുകൾ നിങ്ങളെപ്പോലെ ആവശ്യം വരുമ്പോൾ എന്നെ വിളിക്കുന്നവരാണ്. എന്തു ചെയ്യാം? അവരും ആവശ്യത്തിനായി എന്നെയാണല്ലോ വിളിക്കുന്നത് എന്നതിനാൽ ചിലപ്പോൾ എനിക്കും അത് സാധിച്ചു കൊടുക്കേണ്ടി വരുന്നു. 50-ാമത്തെ ശ്ലോകം. സ്വയം നിശ്രേയസം വിദ്വാൻ ന വക്തി അജ്ഞായ കർമ്മ ഹി ന രാതി രോഗിണഃ അപഥ്യം വാഞ്ചതോ ഹി ഭിഷക്തമഃ. നിശ്രേയസം യഥാർത്ഥമായ ശ്രേയസ്സിനെ സ്വയം വിദ്വാൻ തന്നെത്താൻ അറിയുന്നവൻ, അജ്ഞായ അറിവില്ലാത്തവന് കർമ്മ നഹി വക്തി പ്രവൃത്തി മാർഗം ഉപദേശിക്കുകയേയില്ല. ഭഗവാനെ കിട്ടുകയാണ് ഏറ്റവും വലിയ ലാഭം എന്നറിയുന്നവർ ഒരിക്കലും തന്നെ ആശ്രയിക്കുന്ന ആളുകളെ വീണ്ടും പ്രവൃത്തി മാർഗത്തിലേക്ക് തള്ളിവിടുകയില്ല. അതിനൊരു ഉദാഹരണം പറയുന്നു. ഒരു നല്ല വൈദ്യൻ ഭിഷക്തമഃ വാഞ്ചതഃ, ഒരു രോഗി അവൻ ഇഷ്ടമുള്ള രീതിയിൽ ഈ മരുന്ന് കൊടുക്കാൻ ആവശ്യപ്പെട്ടാലും കൂടി രോഗിണഃ അപഥ്യം, രോഗിക്ക് പഥ്യമല്ലാത്ത വസ്തു നരാതിഹി കൊടുക്കുമാറില്ലല്ലോ. ഇതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ മുക്തിക്ക് വേണ്ടി ശ്രമിക്കണം എന്നാണ്. പക്ഷെ എന്ത് ചെയ്യാം? നിങ്ങളൊക്കെ ആവശ്യത്തിനായി എന്നെ സ്തുതിക്കുന്നു. എങ്കിലും ലോകപരിപാലനം തൻ്റെ വിഷയമായതിനാൽ, തൻ്റെ ഉത്തരവാദിത്തമായതിനാൽ ഭഗവാൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ തന്നെ നേരിട്ട് ഇതിനൊരു പരിഹാരം കാണുമെന്നല്ല, ദധീചി മഹർഷിയെ സമീപിക്കാനാണ് പറയുന്നത്. മഘവൻ യാത ഭദ്രം വോ ദധ്യഞ്ചം ഋഷിസത്തമം വിദ്യാവ്രത തപസ്സാരം ഗാത്രം യാചത മാ ചിരം. ഹേ മഘവൻ, അല്ലയോ ഇന്ദ്ര, വഹ ഭദ്രം, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഋഷിസത്തമം ദധ്യഞ്ചം, ഋഷിശ്രേഷ്ഠനായ ദധീജിയോട് വിദ്യാവ്രത തപസ്സാരം, ജ്ഞാനം, വ്രതം, തപസ് എന്നിവയാൽ സുദൃഢമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗാത്രം, ആ ശരീരത്തെ നിങ്ങൾക്കു വേണ്ടി വെടിയാൻ യാചത, യാചിക്കുവിൻ. മാ ചിരം, ഇനി വൈകിക്കേണ്ടതില്ല. യാത, നിങ്ങൾക്ക് പോകാം. ഇനി ദധീചി മഹർഷിയുടെ മാഹാത്മ്യം എന്താണെന്ന് പറയുന്നു. 52-ാമത്തെ ശ്ലോകം. സഹവാ അധിഗതോ ദധ്യങ് അശ്വിഭ്യാം ബ്രഹ്മനിഷ്കലം യദുവാ അശ്വശിരോ നാമ തയോഹോ അമരതാം വ്യഥാത്. സഹ ദധ്യങ് വൈ, ആ ദധീചി മഹർഷിയാകട്ടെ നിഷ്കളം വിശുദ്ധമായ ബ്രഹ്മ അധിഗതഃ, ബ്രഹ്മവിദ്യയെ ധരിച്ചവനാകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശരീരത്തോടുള്ള ആസക്തി പൂർണ്ണമായും വിട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോക നന്മയ്ക്കായിട്ട് ആ ശരീരം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. മാത്രമല്ല അശ്വശിരഹ നാമ, അശ്വശിരസ് എന്ന പേരിൽ പ്രസിദ്ധമായ യതുവൈ, ഈ ഒരു ബ്രഹ്മവിദ്യയെ അശ്വിഭ്യാം, അശ്വിനി കുമാരന്മാർക്കും അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തയോഹോ, ആ അശ്വിനി കുമാരന്മാർക്ക് അമരതാം വ്യഥാത്, ജീവൻ മുക്തത്വവും ഉണ്ടാക്കി കൊടുത്തത് ഈ ദധീചി മഹർഷിയാണ്. ഈ ദധീചി മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചതിനെ കുറിച്ചൊരു കഥ പറയുന്നു. ഒരിക്കൽ അശ്വിനി കുമാരന്മാർ ബ്രഹ്മവിദ്യയും പ്രവർഗ്യവും ഉപദേശിച്ചു തരണമെന്ന് ദധീചി മഹർഷിയോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. പക്ഷെ അവിടെയും ഇന്ദ്രൻ വന്ന് വഴിമുടക്കി. ഇന്ദ്രൻ പറഞ്ഞു, ഈ അശ്വിനികൾക്ക് വിദ്യാദാനം ചെയ്താൽ ദധീചി മഹർഷിയുടെ ശിരസ്സറുക്കുമെന്ന് ദധീചിയെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഋഷിയാകെ ധർമ്മസങ്കടത്തിലായി. എന്നാൽ ഇന്ദ്രൻ പോയപ്പോൾ ഈ അശ്വിനി ദേവകൾ ഋഷിയുടെ ശിരസ് ഛേദിച്ചെടുത്തിട്ട് സുരക്ഷിതമായി വെച്ചു. കാരണം അശ്വിനി ദേവന്മാർ ദേവവൈദ്യന്മാരാണ്, അവർക്കതിനുള്ള കഴിവുണ്ട്. പകരം ഒരു കുതിരയുടെ തല അവിടെ വെച്ചു കൊടുക്കുകയും ചെയ്തു.
ഇങ്ങനെ വെച്ചുകൊടുത്ത ആ കുതിരയുടെ തല കൊണ്ടാണ് ഈ അശ്വിനി ദേവന്മാർക്ക് ബ്രഹ്മോപദേശം കൊടുത്തത്. എന്നാൽ ഇന്ദ്രൻ ഇതറിഞ്ഞു, അശ്വിനി ദേവന്മാർക്ക് ബ്രഹ്മോപദേശം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇന്ദ്രൻ കുപിതനായി വന്ന് അദ്ദേഹത്തിന്റെ ആ കുതിരയുടെ തല അറുത്തു. ആ സമയത്ത് ഈ അശ്വിനി ദേവകൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ദധീചി മഹർഷിയുടെ യഥാർത്ഥ ശിരസ്സെടുത്ത് അവിടെ സംയോജിപ്പിച്ചിട്ട് പുനർജീവനം നൽകി. അപ്പോൾ അതൊരു ഗുരുദക്ഷിണയും ആയി. അങ്ങനെ ഈ അശ്വത്തിന്റെ ശിരസ്സു കൊണ്ട് ഉപദേശിച്ചത് കൊണ്ടാണ് ഈ ബ്രഹ്മവിദ്യക്ക് അശ്വശിരസ് എന്ന പേര് ഉണ്ടായത്. എന്നാൽ അതേ ദധീചി മഹർഷിയെ വീണ്ടും ആശ്രയിക്കേണ്ട ഗതികേടിലായി ഈ ദേവേന്ദ്രൻ. അത് ഒരു തരത്തിൽ ഭഗവാൻ കൊടുത്തൊരു ശിക്ഷ തന്നെ ആവാം. ഇനി ദധീചി മഹർഷിയുടെ മറ്റൊരു സവിശേഷത എന്താണ്? ഇപ്പോൾ ദേവേന്ദ്രനും ലഭിച്ചിരിക്കുന്ന നാരായണ കവചം ഇത് മുന്നേ തന്നെ ദധീചി മഹർഷി സ്വായത്തമാക്കിയതാണ്. അതാണ് 53-ാമത്തെ ശ്ലോകം. ദധ്യങ് ആധർവണ ത്വഷ്ട്രേ വർമ്മ അഭേദ്യം മദാത്മകം വിശ്വരൂപായ യത് പ്രാദാത് ത്വഷ്ട യത് ത്വം അധാഹ തതഃ. ആധർവണഃ, അഥർവ വേദത്തിൽ പാരംഗതനാണ് ഈ ദധ്യങ് മഹർഷി, ദധീചി മഹർഷി. മാത്രമല്ല മദാത്മകം, എന്റെ ശക്തി ഉൾക്കൊള്ളുന്ന അഭേദ്യം, ഒരാൾക്കും ഭേദിക്കാൻ സാധിക്കാത്ത വർമ്മ, ആ കവചത്തെ, നാരായണ കവചത്തെ ധരിച്ചു വെച്ചിരിക്കുന്നു. ഈ ദധീചി മഹർഷിയാണ് ഈ നാരായണ കവചത്തെ ത്വഷ്ട്രേ, ത്വഷ്ടാവിന് ഉപദേശിച്ചു കൊടുത്തത്. ആ ത്വഷ്ടാവാണ് യത് ത്വഷ്ട വിശ്വരൂപായ, തൻ്റെ മകനായ വിശ്വരൂപനായിട്ട് ഉപദേശിച്ചു കൊടുത്തത്. ഇപ്പോൾ തതഃ, അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തെ വധിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൽ നിന്ന് ആ നാരായണ കവചത്തെ യത് ത്വം അഥാഹ, അങ്ങും ധരിച്ചുവല്ലോ. അപ്പോൾ ഇത് പണ്ടേ ആ കവചം ധരിച്ച് സിദ്ധമാക്കിയവനാണ് ദധീചി മഹർഷി. ഇനി വേറൊരു ശിക്ഷ പോലെയുള്ള ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദധീചി മഹർഷിയുടെ അടുത്ത് പോയിട്ട് അശ്വിനി ദേവന്മാരെ കൊണ്ട് ചോദിപ്പിക്കണം എന്ന് പറയുകയാണ്. 54-ാമത്തെ ശ്ലോകം. യുഷ്മഭ്യം യാചിതഃ അശ്വിഭ്യാം ധർമ്മജ്ഞഃ അംഗാനി ദാസ്യതി തതഃ തൈഹി ആയുധശ്രേഷ്ഠോ വിശ്വകർമ്മ വിനിർമ്മിതഃ. ധർമ്മജ്ഞഃ, ഈ ലോക നന്മയ്ക്കായിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ധർമ്മജ്ഞനായിട്ടുള്ള ആ ദധീചി മഹർഷി, നിങ്ങൾ അശ്വിഭ്യാം, അശ്വിനി ദേവന്മാരോട് കൂടി ചേർന്ന് യാചിതഃ, യാചിക്കപ്പെട്ടാൽ യുഷ്മഭ്യം, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അംഗാനി, ശരീരത്തിൻ്റെ അസ്ഥികളെ, പ്രധാനപ്പെട്ട അസ്ഥികളെ ദാസ്യതി, തന്നുകൊള്ളും. തതഃ, പിന്നെ തൈഹി, അവ ഉപയോഗിച്ച് വിശ്വകർമ്മ വിനിർമ്മിതഃ, വിശ്വകർമാവിനാൽ വിശേഷമായി നിർമ്മിക്കപ്പെട്ട ആയുധശ്രേഷ്ഠ, മികവുറ്റ ആയുധം ഉണ്ടാവുകയും ചെയ്യും. അത് വെച്ച് നിങ്ങൾക്ക് വൃത്രാസുരനെ വധിക്കാം. അപ്പോൾ നാരായണ കവചം ധരിച്ച ദധീചി മഹർഷിയുടെ ആ അസ്ഥികളെ കൊണ്ട് ഉണ്ടാക്കുന്ന ആയുധം കൊണ്ടാണ് വൃത്രാസുരനെ വധിക്കേണ്ടത്. അവിടെയും നാരായണ കവചത്തിന്റെ പ്രാധാന്യം വരികയാണ്. 55-ാമത്തെ ശ്ലോകം. യേന വൃത്രശിരോ ഹർത്ത മത്തേജ ഉപബൃംഹിതഃ തസ്മിൻ വിനിഹതേ യൂയം തേജഃ അസ്ത്ര ആയുധ സമ്പതഃ ഭൂയഃ പ്രാപ്സ്യഥ ഭദ്രം വോ ന ഹിംസന്തി ച മത്പരാൻ. യേന, യാതൊരു ആയുധത്താൽ, ഈ ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ട് നിർമ്മിക്കുന്ന ആയുധത്താൽ, മത്തേജ ഉപബൃംഹിതഃ, എന്റെ തേജസ്സാൽ അധികം കരുത്താർജിക്കപ്പെട്ട്, വൃത്രശിരഃ, വൃത്രാസുരന്റെ ശിരസിനെ അത് അറുത്തെടുത്തുകൊള്ളും. അങ്ങനെ തസ്മിൻ വിനിഹതേ, അവൻ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, യൂയം, നിങ്ങളെല്ലാം, നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട തേജഃ അസ്ത്ര ആയുധ സമ്പതഃ ച, നിങ്ങളുടെ തേജസ്സിനെയും
അസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സമ്പത്തുകൾ എന്നിവയെയും ഭൂയഃ പ്രാപ്സ്യഥ വീണ്ടും പ്രാപിക്കുന്നതാണ്. വഹഭദ്രം നിങ്ങൾക്ക് നന്മ വരട്ടെ. മത്പരാൻ നഹിംസന്തേ എൻ്റെ ഭക്തന്മാരെ ആരും ഹിംസിക്കുകയില്ല. അപ്പോൾ ഈ ഭക്തി വല്ലപ്പോഴും വന്നാൽ പോരാ എന്നുകൂടെ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. ഇനി വിശ്വരൂപൻ, വൃത്രാസുരൻ ഇവരുടെയൊക്കെ പ്രതീകം എന്തിനെയാണ് കുറിക്കുന്നത്? വിശ്വരൂപൻ എന്ന് പറയുമ്പോൾ ഈ വിശ്വത്തെ മുഴുവൻ ഒന്നായി കാണുന്ന വിശ്വഭാവനയാണ്. അപ്പോൾ ഈ വിശ്വഭാവനയെ അഹങ്കാരം വന്ന മനസ്സ് അത് മറന്നു പോവുകയോ മറന്നു കളയുകയോ, അപ്പോൾ വധിക്കുക എന്ന് വെച്ചാൽ പിന്നെ ആ ഒരു ചിന്ത ഇല്ലാതെയാകുന്നു. വിശ്വഭാവന, സർവ്വതിനെയും ഒന്നായി കാണുന്ന ആ വിശ്വഭാവന നശിക്കുമ്പോൾ പിന്നെ എന്തുണ്ടാകുന്നു? ആസുര വൃത്തികൾ ഉണ്ടാകുന്നു. അതാണ് വൃത്രാസുരൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വഭാവന നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസുരിക വൃത്തികളാണ് വൃത്രാസുരനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ താത്വികമായ വശമാണ്. ഇനി ഈ വൃത്രാസുരൻ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ, അതായത് ആസുരികമായ വൃത്തികൾ വർദ്ധിക്കുമ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. പിന്നെ മനസ്സിന് തോന്നി ഇനി എന്നെ കൊണ്ട് രക്ഷയില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുമ്പോൾ മനസ്സടങ്ങുന്നു. മനസ്സടക്കം ശീലിച്ച്, ധ്യാനം ശീലിച്ച് തൻ്റെ ഉള്ളിലേക്ക് തിരിയുന്നതാണ് നമ്മൾ കണ്ട ഭഗവത് സ്തുതി. അപ്പോഴാണ് ഈ വൃത്തികളൊക്കെ ഒന്ന് അടങ്ങുന്നത്. അങ്ങനെ അടങ്ങുമ്പോഴാണ് ശരിക്കും ഉള്ളിൽ നിന്ന് വേരോടെ ഈ ആസുരിക വൃത്തികളെ എറിയാൻ വേണ്ടിയിട്ട്, വേരോടെ അറുത്ത് കളയാനായിട്ട് നമുക്ക് ഈശ്വരന്റെ നിർദ്ദേശം ലഭിക്കുന്നു. അതാണ് ഭഗവാന്റെ ഉപദേശം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ നവമോധ്യായഃ. 6ാമത്തെ സ്കന്ധത്തിലെ 9ാം അധ്യായം അവസാനിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.